എൻ്റെ ദൈവമേ, ഇതിൽ നിന്ന് എനിക്കൊരു മോചനമില്ലല്ലോ. എന്നും രാവിലെ എണീക്കുക, ഈ സാമാനം വെട്ടുക, ചന്തയിൽ കൊണ്ടുപോകുക, ഉണക്കി. ഇത് ഉണങ്ങിയില്ലെങ്കിൽ അതിനെക്കാളും പ്രശ്നം. ഈശ്വരാ, ഭഗവാനെ, കാത്തോടനെ, എല്ലാം സമയത്ത് വെട്ടി കൊണ്ട് ചന്തയെ കൊണ്ട് കൊടുത്ത് ലിവറേജ് അടയ്ക്കുന്നതിന് മുമ്പ് ഇതെല്ലാം കച്ചവടം നടക്കണേ എൻ്റെ ഭഗവാനെ. അയ്യോ, എൻ്റെ വെട്ടുകത്തി പോയല്ല. ആ മണിയനെ കാണി കണ്ടുകൊണ്ട് വന്നപ്പോഴേ ഞാൻ വിചാരിച്ചു ഇന്ന് വല്ല നടക്കും. എൻ്റെ വെള്ളമടി നടക്കൂല്ല. ശരി, ഭക്ത, ഞാൻ ആറ്റുദേവതയാണ്. ഒരുമാതിരി തെണ്ടിത്തരം കാണിക്കരുത്. നീ വെട്ടിയ വെട്ടുകത്തി എൻ്റെ തലയിലാണ് വീണത്. മുജ്ജന്മ സുഹൃതം കൊണ്ട് എങ്ങനെയോ ഞാൻ രക്ഷപ്പെട്ടു. ഇതാ നിന്റെ വെട്ടുകത്തി. പിടി. നീ എന്താ അന്തം വിട്ട് കുന്തം ചാടി കണക്ക് നിൽക്കുന്ന? പിടി നിന്റെ വെട്ടുകത്തി. നീ എന്ത് നോക്കാവോ? ആറ്റുകാറ്റാണ് ഞാൻ ആറ്റുദേവതയെ ഒന്ന് കാണണം. നോക്കട്ടെ. എന്ത് അപ്പോ ഞാൻ കേട്ടിട്ടുള്ള കഥയിലൊക്കെ ആണെങ്കിൽ വെള്ളത്തിൽ നിന്ന് വരുമ്പോഴേ മറ്റേ 3 കോടലാടി കൊണ്ടുവന്നിട്ടുള്ള സ്വർണം കോടലാടി. അതിന് പേര് എനിക്കൊരു സ്വർണം തന്നൂടെ, അല്ലെങ്കിൽ കഴുത്തി കിടക്കണം മാലയെങ്കിലും തരുമോ? വളരെ കഷ്ടപ്പാട്. ലിവറേജിലൊക്കെ ഭയങ്കര വില സാധനത്തിന്. നടക്കൂലല്ലേ? വെട്ടുകാറാ, ആൾക്കാർ ഊരി എറിയുന്ന സാധനങ്ങൾ ഞാൻ മണലിൽ വെള്ളത്തിനടിയിലിരുന്ന് മണലിലിട്ട് ഒരച്ചൊരച്ച് അതിന് വല്ല തിളക്കമുള്ളതാണ് ഞാനെടുത്ത് ഈ കഴുത്തിരിക്കുന്നത്. നീ ഇവിടെ നിന്ന് പോകുന്നോ അതോ ഞാൻ നിന്നെ ശപിക്കണോ? ജനകന്യയെ ശപിച്ചു കളയരുത്. ജോലിക്ക് പേരിൽ പറഞ്ഞ് പെമ്പർന്നാർ ഡെയിലി ശാപമുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ ജനകന്യയുടെ ശാപം കൂടെ ഏറ്റു വാങ്ങാൻ എനിക്ക് അതിനുള്ള ത്രാണിയില്ല. ഇത് തന്നതിന് തന്നെ പുണ്യം കേട്ടാ. ഒന്നുമില്ല. നീ ഇതെവിടെ പോണത്? കുളിക്കാൻ വന്നത്. കുളിക്കാനാ? ഇവിടെ വെള്ളമൊക്കെ കലങ്ങി കിടക്കണ്ട. ഞാൻ ഇന്ന് രാവിലെ കുളിച്ചിട്ടില്ലേ? ഇവിടെ നീ വന്നപ്പോഴേ, രാവിലെ വന്നപ്പോഴേ ആ കുഴപ്പമില്ല. ഇപ്പൊ പിള്ളേരൊക്കെ മീനെന്താ പിടിച്ചാണെന്ന് തോന്നുന്നു. വെള്ളമെല്ലാം കരങ്ങി ഇല്ലാണ്ടായി കിടക്കും. ഇപ്പൊ എന്തോ ഇനിയിപ്പോ എന്താ, നമുക്ക് എന്റെ വീട്ടിൽ പോയി കുളിക്കാം. എന്റെ വീട്ടിൽ നിന്ന് കുളിക്കാൻ വഴക്കുറയില്ല. എടാ, അവളൊന്നും പറയില്ലെന്ന്. അവൾക്ക് ഇതൊക്കെ ഭയങ്കര സന്തോഷം. ഒരാളെ കുളിപ്പിക്കുക എന്നുള്ളത് അവള് ചെറിയ പുണ്യം കിട്ടുമ്പോൾ. അങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞു വരും. സൂപ്പർ. ഞാൻ ലൈവ് പോയി വാങ്ങിച്ചു തേച്ച് കുളിക്കാം. വാ, അങ്ങനെ സോപ്പ് വെച്ച് കുളിയടേ. വാടേ, ഇന്ന് പുല്ലിനെ കണ്ടുപിടിച്ചിട്ടേ വായി കാര്യം. ആറ്റുദേവതേ, ആറ്റുദേവതേ. കാണാനില്ലല്ലേ? എന്റെ വെട്ടുകത്തി വെറുതെ പോവോ? ആവശ്യത്തിന് നോക്കി ഇവിടെ കാണാനില്ല. അച്ഛാവരെ കാണാനില്ല. എന്ത് ഇവിടെ? ഒന്നും പറയണ്ട. ആറ്റിൽ മുതലേ ഇറങ്ങിയത് കൊണ്ട് ഞാൻ ഇനി കരയിൽ കയറി. ഇപ്പോൾ ഞാൻ കരദേവതയാണ്. പറയൂ വത്സ. അപ്പോഴും ആറ്റിൽ മുതലിറങ്ങിയെങ്കിൽ എൻ്റെ വെട്ടുകത്തിക്ക് ഒരു തീരുമാനമാവും. ഒന്നും പറയണ്ട. വീണ്ടും എൻ്റെ വെട്ടുകത്തി അങ്ങ് അകത്ത് പോയി. ഇനിയിപ്പോൾ എങ്ങനെ എടുക്കും? ഒരു വഴിയില്ല. ഇതില്ലാതെ ജോലി ചെയ്യാനും പറ്റൂല. അയ്യടാ മനമേ, ഞാൻ കണ്ട് നീ വെട്ടുകത്തി എടുത്ത് ആറ്റിൽ എറിയണത്. വേണമെങ്കിൽ എടുത്തോണ്ട് കയറി പോടാ. പറയല്ലേ? ഇനിയിപ്പോൾ ഇതില്ലാതെ വീട്ടിൽ പോയ്യ മര്യാദക്ക് ഇത് വിറ്റെങ്കിലും കോട്ടടിക്കാം. അതിമോഹം ആപത്തെ കൊണ്ടിട്ട് കളഞ്ഞല്ലോ ജലകന്യകെ. എന്റെ വെട്ടുകത്തി മുതലേ.